Hi all, welcome to the course of Environmental Science and Disaster Management. This course is specially designed for Diploma Engineering students of Kerala State Technical Education Department. In this session, we will discuss about the introduction of the course, renewable energy and non-renewable energy, forest resources, uses of forest. Let us see what is environment. എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ? Everything around us forms our environment. പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനമാണ് പ്രധാനമായിട്ടും ഈ ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത്. What is environmental science? It is the study of interaction between physical, chemical and biological components of natural world. Then let us discuss about renewable energy. What is renewable energy? Renewable. What is the meaning? വീണ്ടും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നത്, പുനരുപയോഗിക്കാൻ പറ്റുന്നതിനാണ് റിന്യൂവബിൾ എന്ന് പറയുന്നത്. എനർജി ജനറേറ്റഡ് ഫ്രം നാച്ചുറൽ സോഴ്സസ് ലൈക്ക് സൺ, വിൻഡ്, റെയിൻ, ടൈഡ്സ്. ഇറ്റ് ക്യാൻ ബി റീജനറേറ്റഡ്. സോളാർ പവർ, ബയോമാസ്, ജിയോതെർമൽ, ന്യൂക്ലിയർ, hydroelectric and wind power. Let us see what are the importance of this renewable energy. Available in plenty. ധാരാളമായിട്ട് നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയിൽ അവൈലബിൾ ആയിട്ടുള്ള എനർജി സോഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റിന്യൂവബിൾ എനർജി സോഴ്സസ്. മോസ്റ്റ് ഓഫ് ദ ക്ലീനസ്റ്റ് സോഴ്സസ് ഓഫ് എനർജി. ഈ പ്ലാനറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള എനർജി സോഴ്സാണ് നമ്മൾ ഈ പറഞ്ഞ സണ്ണ്, അതുപോലെയുള്ള മറ്റ് എനർജി സോഴ്സസ്. സൺ എനർജി, അതായത് സോളാർ എനർജി, നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ ഒരു പ്ലാനറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. സിമിലർലി എനർജി ഫ്രം വിൻഡ്, ജിയോതെർമൽ, ബയോമാസ് ഫ്രം പ്ലാന്റ്സ്, ടൈഡ്സ്, എക്സെട്ര. All these energy sources are available in plenty in nature. Then I will give an introduction about non-renewable energy sources also. As the name implies, non-renewable energy source means energy sources which cannot be regenerated, opposite to the renewable source of energy, will vanish due to continuous usage. നമ്മൾ കൂടുതലായിട്ട് തുടരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഈ പ്ലാനറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അപ്രത്യക്ഷമായി പോകുന്ന സോഴ്സസ് ഓഫ് എനർജിയാണ് നോൺ റിന്യൂവബിൾ സോഴ്സസ് എനർജി. ദീസ് ആർ നോട്ട് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി. നമ്മുടെ പരിസ്ഥിതി സൗഹൃദമല്ലാത്ത എനർജി സോഴ്സാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളത് കൂടിയാണ്. ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ നോക്കാം. പിന്നെ ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, നാച്ചുറൽ ഗ്യാസ്, ഓയിൽ ആൻഡ് കോൾ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ നോൺ റിന്യൂവബിൾ എനർജി. ഫോസിൽ ഫ്യൂവൽ എന്താണെന്ന് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന പെട്രോള്, ഡീസൽ, ഗ്യാസ്, ഇതെല്ലാം തന്നെ പഴയ കാലത്ത് നമ്മുടെ ഭൂമിയിൽ നിലനിന്നിരുന്ന വിവിധ ഇനം വസ്തുക്കളുടെ ഫോസിലുകളിൽ നിന്ന് നമ്മൾ വീണ്ടും ഡിഗ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള എനർജി സോഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഇറ്റ് വിൽ വാനിഷ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ അത് വീണ്ടും ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല, അത് തീർന്നു പോകും. നമ്മുടെ എണ്ണ സോഴ്സുകൾ അല്ലേ, മറ്റ് ഇറാഖിലും സൗദി അറേബ്യയിലൊക്കെ ഉള്ള എണ്ണ ഒരുപാട് കാലം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതിനാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇത്? പരിസ്ഥിതി പഠനത്തിൽ ഇതിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ട് നമ്മളിത് പഠിക്കണം? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ സയൻസ്. പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നതും ദോഷകരമല്ലാത്തതുമായിട്ടുള്ള എനർജി സോഴ്സാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റൽ സയൻസിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, ദെൻ ഫോറസ്റ്റ് റിസോഴ്സസ്. എന്താണ് ഫോറസ്റ്റ് റിസോഴ്സ്? ഫോറസ്റ്റ് എന്ന് നമ്മൾ എന്തിനാണ് പറയുന്നത്? ഒരു വലിയ ഏരിയ, അതിൽ നിറയെ ട്രീസ്, അതുപോലെ കുറ്റിച്ചെടികൾ,
അതുപോലെ ഒരു ലിവിങ് എൻവയോൺമെൻറ്റ്, ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയെ മൊത്തം നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്നു. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. India's forest cover is 7,12,249 square kilometer. That means 21.67% of our geographic area. Only 21.67%. സയൻറ്റിസ്റ്റുകളുടെ എസ്റ്റിമേറ്റ് പ്രകാരം ഇന്ത്യയുടെ ജോഗ്രഫിക് ഏരിയയുടെ 33%-എങ്കിലും ഫോറസ്റ്റ് ആയിരിക്കണമെന്നാണ്. പക്ഷേ നമുക്ക് 21.67% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല, ഫോറസ്റ്റ് വീണ്ടും ജനറേറ്റ് ചെയ്യാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ലെറ്റ് us see the uses of forest. What are the uses of forest? See, timber. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് അതുപോലെയുള്ള മരങ്ങൾ നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഫോഡർ, കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് തീറ്റ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റ് റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ റവന്യൂ ജനറേഷൻ, ഒരുപാട് റവന്യൂ നമുക്ക് പലതരത്തിൽ നിന്നും ഈ ഒരു ഫോറസ്റ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ക്ലൈമറ്റിക് അമേലിയറേഷൻ, ക്ലൈമറ്റ് നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഫോറസ്റ്റ് സഹായിക്കുന്നു. അതുപോലെ മോയ്സ്ചർ കോൺസെൻട്രേഷൻ, മോയ്സ്ചർ നിലനിർത്തുന്നതിന് വേണ്ടി ഫോറസ്റ്റ് സഹായിക്കുന്നു. കൺട്രോൾ ഫ്ലഡ്, നമുക്കറിയാം ഫ്ലഡിനെ കുറിച്ച് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിലൊക്കെ 2 തവണയായിട്ട് നമ്മൾ ഫ്ലഡ് അഭിമുഖീകരിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ കൺട്രോൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ടൂറിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് യൂസേജ് ഉണ്ട്. ഈ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വി വിൽ ഡിസ്കസ് ദ റിമൈനിങ് സെഷൻ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്.